അപ്പം നമ്മൾ ഈ വർഷത്തെ കുടുക്ക പൊട്ടിച്ചു. നമുക്ക് എണ്ണി നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തെറ്റുപറ്റിയതാണ് കേട്ടോ. കാരണം നോട്ട് എണ്ണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ. ഒരു വർഷത്തിൽ നിന്നല്ല, ഒരു മാസത്തെ സമ്പാദ്യമാണ് കേട്ടോ ഇതെൻ്റെ. ഞാനത് മെയിനായിട്ട് ഇത് സ്വരുക്കൂട്ടി വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തനിമോളുടെ ചോറൂണ്. അത് വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ മനസ്സിൽ, നമ്മൾ കണ്ണൻ്റെ നടയിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സേവിങ്സ് ആയിരുന്നു കേട്ടത്. ഇതിൽ വേറൊരാൾക്കും പങ്കില്ല. പക്ഷെ എൻ്റെ കൂടെ നോട്ട് എണ്ണാൻ ഒരാളും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാരായിരിക്കും എന്നല്ലേ, വേറെ ആരുമല്ല, എൻ്റെ കെട്ടിയൻ തന്നെയാണ്. നിനക്ക് ഇവിടുന്നാടി ഇത്രയും 500 നോട്ട് എന്ന് ഏട്ടൻ ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയിട്ടുള്ള പൈസകളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ തയ്യൽ ചെയ്തിട്ട് കിട്ടിയ പൈസയും ഇതിലുണ്ട്. ഇതിൽ എത്ര കാശുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെച്ചെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോകാനുള്ള ട്രിപ്പൊക്കെ ശരിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. രാവിലെ കുളിയും കൂറിയൊക്കെ പാസ്സാക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുക. 5:30 വണ്ടി വരാൻ പറഞ്ഞതാണ്, പക്ഷെ വണ്ടി എത്തിയപ്പോഴേക്കും 6 മണിയായി. കാറ് വിളിക്കാൻ പറഞ്ഞിട്ട് ഏട്ടൻ ട്രാവലറാണ് വിളിച്ചു വന്നിരുന്നത് കേട്ടോ. ഞങ്ങളിതേ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണിത്. കിച്ചുനും അച്ഛനും ഇതേ ചെറിയ ഏട്ടനും എല്ലാവരും ഇതാ മുറ്റത്തിറങ്ങി വെയിറ്റിംഗ് ആണ് കേട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ തനിമോളെ എടുത്തിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര തണുപ്പാണ്. ചിലപ്പോൾ നേരത്തെ എണീറ്റ് കുളിച്ചുകൊണ്ടായിരിക്കാം. ഞങ്ങൾ വണ്ടി വന്നപ്പോൾ അതെ വണ്ടിയിൽ കയറിയിരുന്നു. ഞാനും അച്ഛനും അമ്മയൊക്കെയാണ് ബാക്കിലിരിക്കുന്നത് കേട്ടോ. ഏട്ടൻ ഡ്രൈവറുടെ കൂടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടേ. പിന്നെ ഞങ്ങൾ തനിമോളുടെ കണ്ണ് പിരികൊന്നും എഴുതിയില്ല കേട്ടോ. സംഭവം ശരിക്കും മറന്നതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എഴുതണമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെന്തോ തിരക്കിലിട്ടിട്ട് അതും മറന്നു. പിന്നെ എഴുതാനുള്ള സാമഗ്രികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനിമോൾ ഉറങ്ങിയപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് എഴുതി കൊടുത്തു. അത്ര വലിയ ചന്തൊന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങളിത് ഗുരുവായൂരെത്തി. ഗുരുവായൂർ അമ്പലത്തിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണത്തെ ചോറ് കൊടുക്കാൻ പെട്ടെന്ന് എളുപ്പമായി കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലെത്തി ദേവസ്വം ബോർഡിൽ പോയിട്ട് ചോറ് കൊടുക്കാൻ ചീട്ടാക്കുകയാണിത്. അതിൻ്റെ ഇടയിൽ അവിടെ മുല്ലപ്പൂ വിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊന്നും അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. ഏട്ടനത് കാര്യം മനസ്സിലായി, ഏട്ടൻ ചിരിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഇടയിൽ തനിമോൾക്ക് ഞങ്ങളത് ചോറൂണിന് മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞു മുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ കയറിയായിരുന്നു കേട്ടോ. അതിൻ്റെ മുണ്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിലിത് ചീട്ടാക്കാൻ വേണ്ടി പോയ സമയത്താണ് അയ്യോ പൂ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടിയിട്ട് നല്ല സ്റ്റൈലിൽ ചിരിച്ചോണ്ട് നിൽക്കട്ടെ. സമയം പോയി വേഗമായോ എന്നും പറഞ്ഞുകൊണ്ടത് അമ്പലത്തിലെത്തി. ചോറൂണ് കഴിഞ്ഞു. ഉള്ളിൽ ഇതേ ചോറ് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈൽ അലൗഡ് അല്ല. സാധനങ്ങളെല്ലാം അവിടെ പുറത്ത് വെച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിയത് കേട്ടോ. അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് തൊഴുത് തിരിച്ചു വരുന്ന വഴി കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി കയറി. അയ്യോ, അമ്പലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തോന്നില്ല. അത്രയും ഐറ്റംസാണ് അവിടെ ഉള്ളത്. തനിമോൾക്കൊരു കുഞ്ഞ് ഉടുപ്പെടുത്തായിരുന്നു കേട്ടോ ഞങ്ങൾ. അച്ഛന് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛനൊരു ഉടുപ്പെടുത്തായിരുന്നു. ശരിക്കും കുറച്ചൊക്കെ വില കുറവുണ്ട് ഇവിടെ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ചോദിക്കുക വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി വിലയാണ് കേട്ടോ. നമ്മുടെ കിച്ചപ്പടിക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോഴേക്കും അവൻ അവിടെ നിന്ന് എസ്കേപ്പായി. കാരണം അവന് ലബൂബൂനെ ഭയങ്കര പേടിയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയൊക്കെയാണ്, പക്ഷെ അവനും ഭയങ്കര പേടിയാണ്. അപ്പോൾ ഏട്ടന് ഇതേ 2 മാല എടുത്തു കേട്ടോ. എന്നാൽ തനിമോൾക്ക് കയ്യിലിടാൻ വേണ്ടിയിട്ട് 2 കുഞ്ഞ് ബ്രേസ്ലെറ്റ് മോഡൽ ഒരു സാധനം എടുത്തായിരുന്നു. കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ തോന്നും, പക്ഷെ അതിനൊക്കെ ഭയങ്കര തീ പിടിച്ച വിലയാണ് കേട്ടോ അവിടെ. ഞാനൊരു കുഞ്ഞൊരു ജിമിക്ക് കമ്മൽ എടുത്തായിരുന്നു. എനിക്ക് കമ്മലിനോടാണ് കൂടുതൽ പ്രേമം, അതായത് ഫാൻസി ടൈപ്പ് ഇത്തിരി ഇഷ്ടമാണ്. പിന്നെ അതേ മോൾക്ക് 2 പാക്കറ്റ് കൽക്കണ്ടവും പിന്നെ നല്ല അലുവ അതും വാങ്ങിച്ചായിരുന്നു. സെറ്റ് സാരി കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഞാൻ റേറ്റ് പോയി ചോദിച്ചപ്പോൾ 800, 900, 1000 എന്നാണ് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ അനുമോള് വന്നിട്ട് പറഞ്ഞു, മേമേ എനിക്ക് ബാഗ് വേണമെന്ന്. അപ്പം എന്നാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് കടയിലോട്ട് കയറി. അവിടെ ചെന്ന് ഓരോ ബാഗിൻ്റെ റേറ്റ് ചോദിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു ബാഗ് ഉണ്ടായിരുന്നു ലെതർ ടൈപ്പ്, പക്ഷേ വില ചോദിച്ചപ്പോഴേക്കും കണ്ണ് തള്ളി. 2000 സംതിങ് ആണ് അവർ പറഞ്ഞത് കേട്ടോ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പം ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി കേട്ടോ. ഞാനൊരു പൊറാട്ടയും ഒരു കുറുമയാണ് കഴിച്ചത് കേട്ടോ. എല്ലാവരും അത് തന്നെയാണ്. നമ്മുടെ കിച്ചാപ്പി മാത്രമാണ് ദോശ അടിച്ചത്. ഞങ്ങൾ നേരെ പോയത് ആനപ്പന്തിയിലോട്ടാണ് കേട്ടോ. ശരിക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയത് തന്നെ ആനപ്പന്തിയുടെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, ആനപ്പന്തി കാണാതെ പോകണ്ടെന്നും പറഞ്ഞത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ആനപ്പന്തി വരെ വന്നായിരുന്നു കേട്ടോ. സായിപ്പിനെയും മദാമയും കണ്ടപ്പോൾ അത് എൻ്റെ ഏട്ടൻ അവിടെ പോസ്റ്റ് അടിച്ച് തന്നു കേട്ടോ. എനിക്കൊരു സെൽഫി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മോള് സമ്മതിച്ചില്ല. കരഞ്ഞുകൊണ്ട് ഇത് അവളെന്നെ എടുത്തുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ നടന്നിരുന്നത്. ശരിക്കും ആനകളെ കണ്ടത് നമുക്ക് തന്നെ പേടിയാവും കേട്ടോ. പൂരത്തിനൊക്കെ നിൽക്കുമ്പോൾ എന്തൊരു ചന്താന്നറിയോ. എല്ലാത്തിനും അവിടെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. മതളകിയതാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയായിരുന്നു. വിരലിൽ പറ്റാത്ത അത്രയും ആനകൾ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴി ഇത് വേറൊരു സെക്ഷൻ ഉണ്ട്. അവിടെ കുറച്ച് മതപ്പാട് കൂടിയ സാധനങ്ങളെയാണ് കേട്ടോ അവിടെ തളച്ചിട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് നോ എൻട്രി ആണ്.
നമ്മുടെ കിച്ചമണി ആനേനൊക്കെ കണ്ടിട്ട് നന്നായി തുള്ളിച്ചാടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തു. അവരെ മൊബൈലിൽ അലൗഡ് അല്ല, മൊബൈൽ ഫോട്ടോ എടുക്കുമ്പോൾ ക്യാഷ് കൊടുക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേര്, ഒത്തിരി പേര് അവിടെ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. രാവിലെ തിന്നാനും അങ്ങനെ ആനകളെയൊക്കെ കണ്ടിട്ട് രസം മൂത്തിരിക്കുന്ന സമയത്ത് തനുമോൾക്ക് കരച്ചിൽ തുടങ്ങി കേട്ടോ. എന്താന്ന് വെച്ചാൽ രാവിലെ കഴിക്കാൻ കൊടുത്തിട്ട് കൊടുന്നതാണ്. ശരിക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ വലിയവരെ പോലെ തന്നെയല്ലേ ചെറിയവരും, അവർക്കും ഒരു പരിധി കഴിഞ്ഞ വിശപ്പ് താനെ വന്നോളും. അപ്പം ഞങ്ങളിത് വരുന്ന വഴി ഒരു യൂട്യൂബറെ കണ്ടു കേട്ടോ. ചെറിയൊരു ചാനലാണ്, പക്ഷേ ആളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കുൽസു കാലിക്കറ്റ് എന്നാണ് കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഞാൻ ശരിക്കും അവരെ സംസാരിച്ചിരുന്നപ്പോഴേ ഒപ്പം വന്നവരൊക്കെ ചോദിച്ചു, ഇതാരാ ഇവിടെ വന്നപ്പോൾ നിനക്കൊരു കമ്പനി കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ട് അവർ യൂട്യൂബറാണെന്ന് പറഞ്ഞു. എല്ലാവരും നന്ദം വിട്ടു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ആനപ്പന്തിയിൽ നിന്ന് നേരത്തെ അടുത്തത് എങ്ങോട്ടാണെന്നല്ലേ, അടുത്തത് ഞങ്ങളിത് ചാവക്കാട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാവരും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ട്രാവലറിലിരുന്ന് നമ്മുടെ അനുമോൾക്ക് കണ്ണെഴുതി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവളുടെ മേക്കപ്പൊക്കെ പോയിരുന്നു. അങ്ങനെ കടൽ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മുടെ തനുമോളേനെ സീറ്റിൽ കിടത്തിയിട്ട് ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് കടൽ കാണാൻ പോകണ്ടേ എന്നൊക്കെ കേട്ടോ. അടുത്തത് നമ്മൾ എവിടെ പോകുന്നു? ചാവക്കാട്. കടൽ കാണാൻ പോണ്ടേ? നമുക്ക് പോണ്ടേ? കടൽ കാണാൻ പോണ്ടേ? നിങ്ങൾക്ക് കടൽ കാണണ്ടേ? നിങ്ങൾക്ക് കടൽ കാണണ്ടേ? കടൽ കാണാൻ പോണ്ടേ? ആ വെള്ളം കാണണ്ടേ? നല്ല വെയിലാണല്ലോ. ആ വെയിലാണല്ലോ. അങ്ങനെ ഞങ്ങളിത് കടൽ കാണാൻ വന്നു കേട്ടോ. സംഭവം സത്യം പറഞ്ഞാൽ പൊരി വെയിലാണ് കേട്ടോ. ഞാനൊരു കുട പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇങ്ങോട്ട് വരുന്നുള്ള പ്ലാനിങ് ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും കർച്ചീഫും തലയിലിട്ടുകൊണ്ടാണ് കടൽ കാണാൻ പോകുന്നത്. ഞാൻ അവിടെ കടയുടെ അടുത്ത് സൈഡായി നിന്ന് തനുവിനെയും കൊണ്ട് ആ പൊരി വെയിലത്തോട്ട് പോകാൻ വയ്യാണ്ട് ഞാനും അച്ഛനും അവിടെ നിന്ന്. അച്ഛനും ഒരു റൗണ്ട് ചുറ്റി വന്നിട്ട് എൻ്റെ അടുത്തോട്ട് വന്നു കേട്ടോ. എനിക്കൊന്നും അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ മോള് കരഞ്ഞിട്ട് ആരുടെ അടുത്തേക്കും പോകുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കിച്ചാപ്പിയും അനുമോളൊക്കെ പിന്നെ കടലിലിറങ്ങി കളിച്ചായിരുന്നു കേട്ടോ. ഡ്രസ്സൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ വണ്ടിയിൽ ഇരിക്കലേന്ന് വിചാരിച്ച് എന്തായാലും വേണ്ടിയില്ല, നനയാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തിലോട്ട് ഇറങ്ങി. പിന്നെ തനുമോൾക്ക് അവിടുന്ന് ഒരു കാറ്റാടി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ അത് കണ്ടിട്ടൊന്നും കരച്ചിൽ നിർത്തുന്നില്ല. അതേ സാധനം ഞാൻ തിരിച്ചവിടെ തന്നെ വെച്ചായിരുന്നു. കിച്ചുവിന് പിന്നെ വെള്ളം നിറയ്ക്കുന്ന ഒരു തോക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരത്തെ കടലൊക്കെ കണ്ടിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ നല്ല ചിക്കൻ ബിരിയാണി കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ.